പേര് അൽത്താഫ് എന്നാണ്. എന്റെ വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് എന്റെ വീട്. ഞാൻ ഓൾമോസ്റ്റ് ഈ ബിസിനസ്സിനകത്ത് വന്നിട്ട് 7 വർഷമാകുന്നു. ഈ ബിസിനസ്സിനകത്ത് വരുന്നതിന്റെ മുന്നേ ഞാൻ ഈ ബിസിനസ്സിനകത്ത് 2 ലൈഫാണ് എന്റെ ലൈഫിനകത്ത്. എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ബിസിനസ്സിനകത്ത് വന്നതിന്റെ ശേഷമുള്ള ഒരു ലൈഫും ബിസിനസിന്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ലൈഫും. അതാണ് ആക്ച്വലി ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന അതാണ്. സോ അതുകൊണ്ട് തന്നെ എന്റെ പഴയ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ID NTC ആണ്. സീലിംഗ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ ഞാൻ സീലിംഗ് അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിലുപരി വളരെ വലിയ രീതിയിനകത്തുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ബിസിനസ്സിനകത്ത് കൂടെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഈ ബിസിനസ്സിനകത്ത് കൂടെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിലുപരി ഞാൻ ഈ ബിസിനസ്സിനകത്ത് കടന്നു വരുന്നതിന്റെ മുന്നേ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്നുള്ളതിനെ കുറിച്ചാണ് എല്ലാവരും അറിയണ്ടേ. കാരണം അത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് പല ആളുകൾക്ക് ഈ ബിസിനസ്സിനകത്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റൂ, ഈ ബിസിനസ് ശരിക്കും നല്ല എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ നല്ല സ്കില്ല് വേണം, നല്ല കഴിവ് വേണം, അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പല തോന്നലുകളും ഓൾമോസ്റ്റ് ഒരു 90% ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ എന്നെ പോലത്തെ ഒരു വ്യക്തിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഈ ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു തീരുമാനം എടുത്ത് ഇറങ്ങാന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് കൂടെ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിസിനസ്സിനകത്ത് കടന്നു വരുന്നതിന്റെ മുന്നേ ഒരു ഹൗസ് ഡ്രൈവർ, ഒരു അലുവുണ്ടാക്കുന്ന ജോലിക്കാരനായിരുന്നു. ഈ അലുവുണ്ടാക്കുന്ന ഹൗസ് ഡ്രൈവറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2018 എന്നെ ഈ ബിസിനസ്സിനകത്ത് ബിസിനസ് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്കൊക്കെ സുപരിചിതനായിട്ടുള്ള സംസുദ്ദീൻ സാറാണ്, മഞ്ചേരി. പുള്ളിയാണ് എന്നെ ബിസിനസ്സിനകത്ത്, ഞാൻ പുള്ളിനെ അതിന്റെ മുന്നേ തന്നെ ഒരു 10 വർഷം മുന്നുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു. അവിടെ ആ പരിചയത്തിന്റെ പേരിലാണ് പുള്ളിനെ ഒരു തവണ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, എന്റെ സ്ക്രീൻ അവിടെ കറക്റ്റ് ആണ് സംഭവം? കറക്റ്റ് ആണല്ലോ അല്ലെ? എനിക്ക് കാണുന്നത് നിങ്ങളെ ഫേസാ കാണുന്നത് ഇവിടെ കംപ്ലീറ്റ് ആയിരുന്നു. ആ ഓക്കെ. എനിവേ എന്തായി കഴിഞ്ഞാലും ഞാന് സംസുദ്ദീൻ സാറാണ് എന്നെ ബിസിനസ്സിനകത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സംസുദ്ദീൻ സാറ് ഞാനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 10 വർഷം മുന്നേ ഉള്ള ഒരു ബന്ധമാണ്. ആ സമയത്ത് തന്നെ പുള്ളിനോട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സംസു സാറാണ്. സംസു തന്നെ ഞാൻ വിളിക്കാറ്. അപ്പൊ സംസു, ഞാനിപ്പോ ഒരു ബിസിനസ്സിനകത്തേക്കും ഇതിനകത്തേക്കൊന്നും വരുന്നില്ല. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് എന്റെ പഴയ രീതിയൊന്നുമല്ല സംസു. അന്ന് സംസു കണ്ടിന്യ സമയത്തുള്ള രീതിയൊന്നുമല്ല. കാരണം ഒരുപാട് സ്ട്രഗിൾസ് കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരുപാട് പ്രയാസങ്ങളും. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് സംസു എന്നെ ആദ്യം കണ്ടതിനകത്തൊന്നും ഇന്നും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ലാബിലിറ്റിനകത്താണ് ഞാൻ. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇനി ഒരു ബിസിനസ്സിനകത്ത് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. കാരണം ബിസിനസ്സിനകത്ത് ചിന്തിക്കാൻ പറ്റൂല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ഏകദേശം 8ഓളം ബിസിനസ് ചെയ്തിട്ടുണ്ട്. 8 ബിസിനസ്സും പൊട്ടിയിട്ടാണ് ഞാൻ എന്റെ ലൈഫിനകത്ത് തകർന്നത്. സോ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ 4ാം ക്ലാസ് വിദ്യാഭ്യാസക്കാരനാണ്. ഞാൻ 4ാം ക്ലാസ്സിലാണ് ഞാൻ സ്കൂൾ പോയിട്ടുള്ളൂ. 4ാം ക്ലാസ്സിൽ 7 വർഷം കൊണ്ടാണ് ആക്ച്വലി ഞാൻ 4ാം ക്ലാസ്സിൽ എത്തുന്നത്. ഈ 7 വർഷം കൊണ്ട് 4ാം ക്ലാസ്സിൽ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ എനിക്ക് താല്പര്യം സ്കൂൾ പോകാൻ താല്പര്യം, പഠിക്കാൻ താല്പര്യമൊന്നുമില്ല. കാരണം പഠിക്കാൻ അതല്ല എന്റെ മാറ്റർ. അവിടെ പോവാൻ നല്ല കളിക്കുക, വൈകുന്നേരം പോരും, ഇതായിരുന്നു. ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി വീട്ടിനകത്തൊരു വലിയൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. ഇൻസിഡന്റ് മീൻസ് ഫാദർ അന്ന് ഗൾഫിലാണ്, സൗദി അറേബ്യയിലാണ്. ഈ സൗദിയിനകത്ത് പോയി സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിലെ ജോലി തീരും. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഫാദർ അവിടെ ഒരു പേപ്പറിന്റെ ഒരു ജോലി ചെയ്തു. പേപ്പർ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തു. പക്ഷെ അതവിടെ വാപ്പക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. വാപ്പക്ക് എന്താ കുറച്ചുപാട് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിക്ക് ചെയ്തതാ. അതുകൊണ്ട് തന്നെ അവിടെ വാപ്പനെ പിടിച്ചിട്ട് അവര് അവിടെ ജയിലിലിട്ടു. ഏകദേശം ഒരു വർഷത്തിനടുത്ത് വാപ്പ ജയിലിൽ കിടന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായ ഏറ്റവും വലിയ പരാജയം. കാരണം അതുവരെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിനകത്തേക്ക് ജീവിച്ചു. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്നാലും അത്യാവശ്യം അന്നത്തെ കാലഘട്ടത്തിനകത്ത് വലിയ പ്രയാസം ഇല്ലാതെ ജീവിച്ചു പോവുമായിരുന്നു. അപ്പം അവിടുന്ന് ശരിക്കും ഒരു പ്രയാസം ഉണ്ട്. അന്ന് ആ സമയത്ത് ഞാൻ 4ാം ക്ലാസ്സിൽ 3ാമത്തെ വർഷം ഇരിക്കുക. അപ്പോഴാണ് നമ്മളെ പഠനത്തിന്റെ ഊക്കാണത്. 4ാം ക്ലാസ്സിൽ 3ാമത്തെ വർഷം ഇരിക്കുന്ന സമയത്താണ് ആക്ച്വലി എന്നോട് എന്റെ ഉമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, അതപ്പോ എന്തായാലും പഠിക്കാൻ എനിക്ക് വളരെയധികം മോശമാണ്. ഇപ്പൊ എന്റെ അവസ്ഥ ഒക്കെ അതാണ്. വീട്ടിൽ ഓരോ ദിവസവും ഓരോ പ്രയാസം വന്നുകൊണ്ടേ നിൽക്കുകയാണ്. നമ്മൾ ആരോട് പൈസക്ക് ചോദിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച സമയത്ത് എന്തെങ്കിലും ചോദിക്കും. അപ്പം ഈ സിറ്റുവേഷൻ അറിഞ്ഞ സമയത്ത് തന്നെ ഉമ്മന്റെ പാപ്പ എന്ത് ചെയ്തു, വല്യാപ്പ എന്ത് ചെയ്തു,
അന്നത്തെ കാലത്ത് ഒരു 10,000 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് മക്കളെ പോറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് അറിയാം, എനിക്കും ഒരു പരിധി കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് 2 പൈക്കളെ വാങ്ങിയിട്ട് നീ പാല് കറന്നിട്ട് നിന്റെ 3 മക്കളെ നീ പോറ്റും, അപ്പോത്തിനൊക്കെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഇമ്മ അതുപോലെ തന്നെ 2 പശുക്കളെ വാങ്ങിയിട്ട് ആ പശുക്കളെ ഉമ്മ നോക്കിക്കൊണ്ടിരുന്ന, അതിന്റെ പാല് കറന്നിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് എന്നോട് ചോദിക്കുന്നത്, ഇതുകൊണ്ടൊന്നും എവിടെ എത്തുന്നില്ല, അതുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കേട്ടത് പതി കേൾക്കാത്തത് പതി ഞാൻ അന്ന് മൈസൂരിലേക്ക് നേരെ ബേക്കറി ജോലിക്ക് പോയി. കാരണം അന്ന് നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ രാജ്യം വിടുന്ന ഒരു സമയമാണ്, നാട് വിടുന്ന ഒരു സമ്പ്രദായമാണ് അന്നൊക്കെ കൂടുതൽ. ഞാൻ നേരെ തന്നെ മൈസൂർ നാഗമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഞാൻ അവിടെ എന്റെ 13ാമത്തെ വയസ്സിലാണ് മീഡിയ ഫ്രണ്ട്സ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ നാഗമംഗലത്തേക്ക് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ എത്തിയ സമയത്ത് എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി. കാരണം നമ്മള് വീട്ടിൽ നിന്ന് വിട്ടിട്ടൊന്നും മാറിയിട്ടൊന്നും നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് വീട് വിട്ട് മാറി അവിടെ എത്തി പിറ്റേ ദിവസം എനിക്ക് ഇമ്മനെ കാണാൻ പുതിയായി. കാരണം നമ്മളെ പ്രായം ഏതാണല്ലോ, 13 വയസ്സല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 13 വയസ്സിലുള്ള മക്കൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളൊക്കെ വിട്ടിട്ട് ഇന്നിപ്പോ എന്റെ മോനെ ഞാൻ അങ്ങനെ പറഞ്ഞേക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ നമ്മൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പോക്ക് പോയി ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഉമ്മനെ കാണാൻ ഭയങ്കര പുതിയ. അപ്പൊ എന്നോട് അന്ന് അവിടുന്ന് മുതലാളി പറഞ്ഞ വാക്കുതാണ്, അൽത്താഫെ ഇത് കോഴിക്കോട്ടങ്ങാടി അല്ല, എനിക്കിപ്പാട് പോയി കഴിഞ്ഞ് ഇമ്മനെ കണ്ടിട്ട് പോരാന്, ഇത് മൈസൂരാ, അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിയില്ല, അങ്ങനെ ഇങ്ങനെ പോകാനൊന്നും കഴിയില്ല, അതുകൊണ്ട് മിണ്ടാതെ അവിടെ നിന്ന് ഞാൻ പണിയെടുത്ത് തോന്നാൻ. ഇവിടെ ഫ്രണ്ട്സ് അന്ന് ഞാന് 5 രൂപ സാലറിയാണ് എനിക്ക്. 5 രൂപ എന്ന് പറഞ്ഞാൽ 5 രൂപയാണ്, അല്ലാതെ 50 രൂപയും 100 രൂപ എന്നല്ല. 5 രൂപ ഒരു മാസത്തിൽ എനിക്ക് കിട്ടുന്നത് 150 രൂപയാണ്. ഞാൻ ഈ 150 രൂപ അതുപോലെ തന്നെ ഞാൻ എന്റെ ഉമ്മക്ക് അയച്ചു കൊടുക്കും. ഉമ്മാക്ക് വളരെയധികം സന്തോഷമാണ് ആ 150 രൂപ കിട്ടുന്ന സമയത്ത്. ആ 150 രൂപ ഞാന് മുതലാളി വരുമ്പോ, മോൻ വരുമ്പോ, ആരെങ്കിലും ഒക്കെ വരുമ്പോ അവരെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു വിടും വീട്ടിലേക്ക്. അത് ഉമ്മക്ക് ഭയങ്കര ആശ്വാസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ നൃത്തം ആക്ച്വലി 3 വർഷം പോലെ ഞാൻ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് ഞാൻ ആ ജോലി, കാരണം വീട്ടിലേക്ക് വരാൻ ആ താല്പര്യം ഉണ്ട്, നാട്ടിലേക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഒരു പ്രയാസം മനസ്സിലാക്കി നിന്നു. പക്ഷെ അവിടുന്ന് പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു. 3 വർഷം 4 വർഷം കഴിഞ്ഞ് 3-3.5 വർഷം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന സമയത്ത് നാട്ടിൽ ഞാൻ ചെയ്തുകൊണ്ട് ബേക്കറി ജോലിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നാട്ടിൽ നിന്ന്. അപ്പോഴാണ് മനസ്സിലായത് ബേക്കറി ജോലിക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളങ്ങളേ ഉള്ളൂ. അപ്പോഴാണ് മനസ്സിലായത് നാട്ടിൽ വേറെ പല ജോലികൾക്കും നല്ല പൈസ ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ എന്ത് ചെയ്തു, കൽപ്പണിക്ക് പോയി. കൽപ്പണി എടുത്തിട്ടുണ്ട്, സെന്ററിങ്ങിന്റെ പണി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുവിധ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ലൈഫിനകത്ത്. ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ട് വീണ്ടും ഞാൻ കടന്നു വന്ന് ബേക്കറിനകത്ത് കയറ്റാം. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് ബേക്കറി ജോലിയാണ്, മറ്റതൊക്കെ ഒരു ഭയങ്കര പ്രയാസമുണ്ട്. പ്രയാസം മീൻസ് എന്ന് പറഞ്ഞാൽ ഈ വെയിലുള്ളത് മറ്റൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ എനിക്കൊന്നും പാടെ കംഫർട്ട് ആയിട്ട് തോന്നിയത് അലുവ പരിപാടി ബേക്കറി ജോലിനായിട്ട് ഞാൻ വീണ്ടും ജോലിയിലേക്ക് തന്നെ വന്നു. സോ എനിക്ക് ആ സമയത്താണ് എനിക്ക് ഉണ്ടായ വലിയ ഒരുപാട് നമ്മളൊക്കെ ചിന്തിക്കുന്ന മാതിരി ഇന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് സ്വപ്നം എന്നൊക്കെ പറയും. പക്ഷെ അന്ന് നമുക്ക് സ്വപ്നം എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. കാരണം നമ്മള് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ അനുഭവങ്ങളുണ്ട്. കാരണം നല്ലൊരു ഷർട്ട് ഇടാന് നമുക്ക് പറ്റൂല, അതിനെന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് പ്രയാസം. അതുപോലെ തന്നെ എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂൾ പഠിച്ചതിന്റെ സമയത്ത് നമ്മളന്ന് ട്രൗസറാണ്, ഒരു കാക്കി ട്രൗസറും ഒരു പുള്ളി ഷർട്ടും, ഈ 2 സാധനമുണ്ട്. അത് ഇന്നൊക്കെ നമുക്ക് പറയാന്നുണ്ടെങ്കിൽ അന്നൊക്കെ പിന്ന് കുത്തിയിട്ടായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നത്. ചെരുപ്പ് ഇടാൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു. ഒരു ചെരുപ്പുള്ളത് എനിക്കിന്നും ഓർമ്മയുണ്ട്. നമ്മള് അതിന്റെ മൂട്ടിലെ സാധനം പോയി കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ കമ്പി കുത്തി കയറ്റും. എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മളെ ചെറുപ്പകാലത്തിൽ ജീവിച്ചിരുന്നത്. പക്ഷെ ഇത് ഈ ജീവിതമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ഒരു ജോലി കടന്ന സമയത്ത് നമുക്ക് വളരെയധികം വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രസ് കോഡ് ധരിച്ചിട്ട് നല്ല ആൾക്കാരൊക്കെ നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം. ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ നമ്മളെ ജീവിതത്തിനകത്ത് നിൽക്കാൻ പറ്റും. പിന്നെ ഞാൻ തന്നെ തിരിച്ച് ചിന്തിക്കും, ഞാനിതിൽ അങ്ങനെ ചിന്തിക്കണം. കാരണം എനിക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ, എന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതിനെ കുറിച്ച് കൂട്ടും. സോ നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളിനകത്തും നിന്ന് സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്, ജീവിതത്തിനകത്ത് ജോലി ചെയ്തത് കൊണ്ടൊന്നും ഒന്നും ആകാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലായി. ജോലി ഇങ്ങനെ എക്കാലത്തും ജോലി ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും പറയും, അൽത്താഫ ഈ ബേക്കറി പണി കൊല്ലങ്ങളായിട്ട് ചെയ്യേണ്ടത്, എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഒരു ബേക്കറി തുടങ്ങിക്കൂടെ എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും നമ്മള്. അപ്പൊ ഇതിനകത്തൊരു സാമ്പത്തികം എടുക്കാൻ നമുക്ക് ഇല്ല. അപ്പൊ ആ സമയത്താണ് ഏകദേശം ഒരു 21-22ാമത്തെ വയസ്സിലാണ് വീട്ടിലും പ്രയാസം വരുന്നു. അങ്ങനെ വീട്ടിലും ആരും ഇല്ലാത്ത പ്രയാസങ്ങളൊക്കെ വരുന്നു. അങ്ങനെ വീട്ടിൽ 2ാമത്തെ മകനാണ്. നമുക്ക് 3 മക്കളാണ്. ഒന്നിന്റെ ജ്യേഷ്ഠന്, ഒന്നിന്റെ അനിയന്, ഞാൻ 2ാമത്തെ മകനാണ്. ഞാൻ നടുവിലുള്ള ആളാണ്. അപ്പം ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച് അവനെന്താ വെച്ചാൽ അവന്റെ ഭാര്യ
ആക്ച്വലി കൂടുതൽ സമയം അവന്റെ ഭാര്യന്റെ വീട്ടിലൊക്കെ ആയതുകൊണ്ട് ഉമ്മ പ്രതീക്ഷിച്ച മാതിരി രീതിനകത്ത് ഉമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു സഹായത്തിന് എന്നുള്ള രീതിനകത്ത് ഉമ്മനോട് പറഞ്ഞു, അൽത്താഫെ നിന്റെ കല്യാണം പാടെ കൂടി എത്രയും പെട്ടെന്ന് വേണം തന്നെ. അപ്പൊ നമ്മൾ കല്യാണം തരുമ്പോ വലിയ സന്തോഷമാണല്ലോ. ഞാൻ ആക്ച്വലി അന്ന് കണ്ടൊരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പൈസ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് തട്ടിയൊപ്പിച്ച പൈസ ആവൂല. അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചാൽ എന്തായി കഴിഞ്ഞാലും പെണ്ണുങ്ങൾ കുറച്ച് സ്വർണ്ണമായിട്ട് വരും. ഈ സ്വർണ്ണമായിട്ട് വരും. അങ്ങേപ്പുറത്തിന്റെ പെണ്ണുങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. സോ നമ്മള് സ്വർണം കൊണ്ടുവന്ന് ഞാൻ സ്വർണ്ണം എടുത്തിട്ട് പല ബിസിനസ്സുകളും ചെയ്യാം. ഇതൊക്കെ ആയിരുന്നു എന്റെ കാഴ്ചപ്പാട്. എന്തായി കഴിഞ്ഞാലും കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സ്വർണ്ണ ഇന്നത്തെ എടുത്തിട്ട് ഒരു വണ്ടിന്റെ കച്ചവടം തുടങ്ങി. കാരണം അവൾ ആങ്ങൾക്ക് വണ്ടി പരിപാടികളാണ്. അങ്ങനെ ഒരു വണ്ടി എടുത്തു. ആ വണ്ടി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമായപ്പോത്തിന് അതിന് തീരുമാനമായി. അപ്പോൾ എനിക്ക് തോന്നിയത് അത് നമുക്ക് അറിയാത്ത മേഖലയാണ്. അതിനകത്ത് ഒരു 5 പവൻ 10 പവൻ വരെ സ്വർണ്ണം അതിനകത്താണ് പോയി. പിന്നെ നമുക്ക് അറിയാത്ത മേഖലയിൽ നിന്നുള്ളവർക്ക് അറിയുന്ന മേഖലയ്ക്ക് ഞാൻ വീണ്ടും കൈവച്ചു. ഞാൻ സ്വന്തമായിട്ട് ബേക്കറി ബിസിനസ് തുടങ്ങി. നാട്ടിൽ തന്നെ ഒരു ബേക്കറി സ്വന്തമായിട്ട് കിട്ടി. ആ ബേക്കറിനകത്ത് ഞാൻ ജോലി തുടങ്ങി. വൈഫിന്റെ കുറച്ചും പാടൊക്കെ സ്വർണ്ണം എടുത്തിട്ട് എന്ത് ചെയ്തു, ആ ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് കുഴപ്പമില്ലാതെ 2-3 വർഷം കുഴപ്പമില്ലാതെ നല്ല രീതിയിനകത്തേക്ക് പോയി. പിന്നീട് അതിലും വന്ന് പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഒരു 3-4 വർഷം കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെയും വീണ്ടും പ്രയാസമായി. അങ്ങനെ ആ സമയപ്പത്തിന് തന്നെ ഓൾമോസ്റ്റ് സ്വർണ്ണങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, നമുക്കറിയാലോ കച്ചവടത്തിനകത്ത് വീണ്ടും അതിലേക്ക് കൊണ്ടുപോയിട്ട് ക്യാഷ് ഇടാൻ ചെയ്യുന്നത്. അങ്ങനെ ആയിട്ട് ചുരുക്കി പറഞ്ഞാല് ഒരു ഓൾമോസ്റ്റ് വൈഫിന്റെ ഗോൾഡ് തീരാൻ എനിക്ക് വല്ലാണ്ട് പ്രയാസമൊന്നും പിടിച്ചിട്ടില്ല. ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ 40-45 പൗണ്ട് സ്വർണ്ണം ഞാൻ എന്ത് ചെയ്തിട്ട് ശരിക്കും ഞാൻ അന്നാണ് എന്റെ ജീവിതത്തിനകത്ത് ശരിക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പഠിക്കുന്നത്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിക്ക് 45 പവൻ സ്വർണം വെക്കാൻ 1.5 കൊല്ലം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിലൊന്നും കൊണ്ടുവച്ചിട്ടില്ല. നമ്മള് 1.5 കൊല്ലം കൊണ്ട് എന്ത് ചെയ്ത് ഞാൻ കൊടുത്ത താലി ചെയിനിന്റെ ലോക്കറ്റ് വരെ ഊരി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പെണ്ണുങ്ങളെ കൗത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിനും വേണം നമുക്കൊരു കഴിവ്. കാരണം എന്താ വെച്ചാല് ഈ പെണ്ണുങ്ങളെ ഇരുന്നൊക്കെ സാധനം കിട്ടിപ്പോരാന്ന് തന്നെ വലിയ അടങ്ങാറാ, ഭയങ്കര പ്രയാസ. നമുക്ക് നീട്ടി സലാം ചെല്ലണം, ഭയങ്കര സ്നേഹിക്കണം, ഭയങ്കര പ്രയാസ. ഓൽക്കും അരപ്പൊക്ക വിളക്ക് പോലും പഠിച്ചിന്. വല്ലാണ്ട് സ്നേഹിച്ചാൽ വള 1-2 പോവും. ഇതിൽ ചിലപ്പോ ലേഡീസ് ഇത് സ്കിരിക്ക് കേൾക്കുന്നുണ്ടാവും. വല്ലാണ്ട് ഭർത്താക്കന്മാർ കൂടുതൽ സ്നേഹം വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോളാ, കൗത്തിലുള്ള സ്വർണ്ണിമാലൊക്കെ വേഗം മാറ്റി വെച്ചോളാ. എന്നിട്ട് എന്ത് ചെയ്തോട്ടെ നടത്തോളി. ശരി, ഞാനും അതുപോലെ തന്നെ എന്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നീട് എന്റെ ലഹരി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് കച്ചവടം. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും എനിക്ക് ഉറപ്പാണ് കച്ചവടത്തിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളെ കയ്യിൽ നമ്മളെ വീട്ടിൽ നിന്ന് എടുത്ത് വാങ്ങിക്കാനുള്ളതോടത്തോളം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൽ തുടങ്ങി. ആരെടുത്തുനിന്ന് മൂത്തച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൽ തുടങ്ങി, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇളച്ചിന്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിക്കൽ തുടങ്ങി. അങ്ങനെ അവിടുന്നൊക്കെ വാങ്ങിക്കൽ തുടങ്ങി. ഇവിടുന്നൊക്കെ വാങ്ങി ബിസിനസ് ചെയ്തു. ബിസിനസ് വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് നിലക്ക് നിൽക്കില്ല, പൊട്ടിക്കൊണ്ടേ പോകണം. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ എങ്ങനെ നോക്കാം, പിന്നെ ഇവിടെ സ്വർണ്ണം ഉള്ളതുണ്ട്. കാരണം നമ്മള് വീട്ടിലത്തൊക്കെ കഴിഞ്ഞല്ലോ. ചുരുക്കി പറഞ്ഞാൽ എന്റെ അയൽവക്കത്തുള്ള അമ്മിണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിന്റെ അടുത്ത് നിന്ന് പോലും ഞാൻ 10 പവൻ സ്വർണ്ണം വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു സംഭവം കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എവിടുന്നാ കിട്ടാനുള്ളത്, പിന്നെ ആകെ കിട്ടാനുള്ള സ്ഥലം വീടിന്റെ ആധാരമാണ്. ഞാൻ വീടിന്റെ ആധാരം കൊണ്ടുപോയിട്ട് ഞാൻ പണം വെച്ചു. കാരണം ഞാനൊരു മോട്ടറിന്റെ ബിസിനസ് വീണ്ടും തുടങ്ങാം. കാരണം കച്ചവടത്തിൽ എന്തുള്ളൂ വിജയമുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഞാനൊരു ബിസിനസ് ചെയ്തു. കോയമ്പത്തൂരിന്ന് മോട്ടർ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ്. ഏകദേശം ഒരു 10-12 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മൾ 3-4 ആളുകളും കൂടിയിട്ട്. പക്ഷെ അത് കൊണ്ടുവന്നതേ ഓർമ്മയുള്ളൂ, എവിടേക്ക് പോയത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു 1-1.5 കൊല്ലം പോരാ അതിന്റെ പിന്നാലെ പോയി, ബാക്കിയുള്ള ഫണ്ടും പാടെ പോയി. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ അന്ന് ഏറ്റവും വലിയൊരു ബാധ്യതയായി. കാരണം മറ്റുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ സ്വർണ്ണം കാര്യങ്ങളും വാങ്ങിയതൊക്കെ അങ്ങോട്ട് റോൾ ചെയ്ത് ഇങ്ങോട്ട് റോൾ ചെയ്ത് കളിച്ചു. പക്ഷെ ബാങ്കിനായിട്ട് കളിച്ചത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഭവം. ബാങ്കിനകത്ത് നിന്ന് കളിച്ചത് ശരിക്കും ഭയങ്കര പ്രയാസം ഉണ്ടായി. അത് ശരിക്കും ജപ്തിക്ക് വന്ന സമയത്ത് വീടിനകത്ത് ആകെ 15 സെന്റ് സ്ഥലം ഒരു വീടുമാണ് നമുക്ക് 3 പേർക്കും പാടെ കൂടിയത്. ഇതിനകത്ത് ഇത് ശരിക്കും ഇന്റെ ഒറ്റക്കല്ലല്ലോ, 2 മക്കൾ വേറെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പ്രയാസം ഉണ്ടാക്കി. കാരണം മറ്റുള്ള ആളുകൾക്കുള്ള മുതലും പാടെ കൂടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ബാങ്കിൽ വെച്ചത്. അപ്പൊ അതിനകത്ത് ഫാമിലീസ് ഒക്കെ ഇടപെടൽ തുടങ്ങി, എളാപ്പ ഇടപെടൽ തുടങ്ങി, എളാമ്മ ഇടപെടൽ തുടങ്ങി, ബന്ധുക്കൾ എല്ലാവരും ഇടപെടൽ തുടങ്ങി. എല്ലാവരും പറഞ്ഞു പാപ്പനും ഇമ്മനും റോട്ടിന്റെ മുകളിൽ തണ്ടാൻ ഇറക്കാണ് അൽത്താഫ്, അതുകൊണ്ട് ആദ്യ പണികൾ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വീട്ടിനകത്തുനിന്ന് ഭയങ്കര പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരൽ തുടങ്ങി. ഞാൻ അന്ന് ചോദിച്ച ഏക ചോദ്യം എത്ര മാത്രമേ എന്റെ അമ്മനോടും മാപ്പനോടും, ഞാൻ എന്തായാലും നിങ്ങളെ 3 മക്കളിൽ ഒരു മോനാണ്,
വാപ്പക്കുള്ള 15 സെന്റ് സ്ഥലത്തിനകത്ത് നിന്ന് എന്തായാലും ഒരു 5 സെന്റ് സ്ഥലം എനിക്കുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മനോടും മാപ്പനോടും പാടെ കൂടി പറഞ്ഞു, ആ 5 സെന്റ് സ്ഥലം എനിക്ക് തന്നാൽ ഞാനത് വിറ്റിട്ട് ഞാൻ ബാങ്കിന്റെ ലോണ് ഞാൻ തീർക്കാം എന്നും പറഞ്ഞു. ബാങ്കിന്റെ ലോണ് ഞാൻ അങ്ങനെ തന്നെ വാപ്പ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, അല്ല നമ്മളൊക്കെ മൊത്തത്തിൽ എല്ലാവരും പോകും എന്നുള്ള തീരുമാനത്തിലെത്തിയ സമയത്ത് തന്നെ ഞാൻ ബാങ്കിലെ ലോൺ എടുക്കാൻ വേണ്ടി 5 സെന്റ് സ്ഥലം കൊടുത്തു. അതോടുകൂടി എന്റെ ലൈഫിനകത്ത് വീണ്ടും സ്ട്രഗിളിലേക്ക് കടന്നുകൊണ്ട് നിൽക്കുക. പിന്നെ വീട്ടിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യമല്ല. വീട്ടില് പിന്നെ ഉള്ളത് അനിയനക്കും ജ്യേഷ്ഠനും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം പോയി. അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിനകത്ത് നിന്ന് നേരെ വാടക കോട്ടേഴ്സിലേക്ക് ഇറങ്ങേണ്ട സിറ്റുവേഷൻ പോയി. അതുകൊണ്ട് തന്നെ 3 മക്കളെ കൈ പിടിച്ച് വാടക കോട്ടേഴ്സിലേക്ക് ഇറങ്ങി. 8-8.5 വർഷം ഫ്രണ്ട്സ് വാടക കോട്ടേഴ്സിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. വാടക കോട്ടേഴ്സിൽ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ലൈഫിനകത്ത് എന്തൊക്കെ പ്രതിസന്ധികൾ അനുഭവിക്കാൻ പറ്റുമോ ആ പ്രതിസന്ധികൾ കംപ്ലീറ്റ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു പക്ഷെ എത്ര പേർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. കറണ്ട് ബില്ല് അടക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് അന്ന് കറക്റ്റ് ഒരു ജോലി ഇല്ല. ജോലി ഉണ്ടെങ്കിൽ 2-3 ദിവസം ജോലി ഉണ്ടായിരിക്കും. ഈ ജോലി കൊണ്ട് മക്കളെ എഡ്യൂക്കേഷൻ നോക്കണം, സ്കൂൾ വിദ്യാഭ്യാസം നോക്കണം, വീടിന്റെ വാടക നോക്കണം, കറണ്ട് ബില്ല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഇതൊന്നും 2 തല കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മളെ ഫാമിലി നമ്മളെ ഇഷ്ടപ്പെടുവോ അതോ നമ്മളെ വെറുക്കുവോ? എന്നെ സംബന്ധിച്ചത് ഞാൻ ഒരിക്കലും എന്റെ ഭാര്യനെ കുറ്റം പറയാൻ അങ്ങനെ ഒരു സംഭവം ഒന്നല്ല. ഞാൻ ഇന്നും എന്റെ ഭാര്യനെ അപ്രീഷിയേറ്റ് ചെയ്യുള്ള കാര്യത്തിനകത്ത്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആക്ച്വലി അവരെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ആളുകളാണ്. പക്ഷെ നമ്മളിൽ നിന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന സമയത്ത് എന്തായാലും അവർ എതിർക്കും. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഭാര്യ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനകത്ത്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 4 മാസത്തെ വാടക കോട്ടേഴ്സിൽ വാടക ബില്ല് അടക്കാൻ പറ്റാത്തതിന്റെ പേരില് ഇന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്, വാടക അടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വാടക വന്ന് ചോദിച്ച സമയത്ത് വൈഫ് പറഞ്ഞു കണ്ണൂരിലേക്കാണ് മൂപ്പര് പോയത്, കണ്ണൂരിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്യും, മൂപ്പര് ആ ക്യാഷ് തരും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. മൂപ്പര് കോട്ടേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് ഞാൻ എന്റെ ബൈക്കിന്റെ മുകളിൽ ഇങ്ങനെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഞാനും കണ്ണൂരിൽ തന്നെയാണ് അറിഞ്ഞ അയാള്. സോ കാരണം അത് കണ്ടു കഴിഞ്ഞ അയാള് പറയാണ്, നിങ്ങൾ പറഞ്ഞ് വ്യാപ്ല കണ്ണൂരാണെന്നുള്ള, വ്യാപ്ലല്ലേ ദിലാ റോഡിന്റെ മുകളിൽ കൂടെ പോകുന്നു. അതേ സമയത്ത് കറണ്ട് ബില്ല് അടക്കാൻ പറ്റാത്തതിന്റെ കണ്ടീഷനകത്ത് ഫീസ് ഊരാൻ വേണ്ടി വന്ന സമയത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ സങ്കടപ്പെടുന്നത്, അത് പ്രയാസാക്കണ്ട, ഈ മാസത്തെ കറണ്ട് ബില്ല് ഞാൻ അടച്ചോളാം എന്നും പറഞ്ഞിട്ട് പുള്ളിന്റെ കയ്യിനകത്ത് നിന്ന് എടുത്തിട്ട് അന്ന് എനിക്ക് ശരി ഒരു 500 റുപ്യന്റെ ചോടുള്ള ഒരു ബില്ല് പുള്ളി എന്ത് ചെയ്തു, പുള്ളി അടച്ചു തന്നിട്ട്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കും? കയ്യിലുള്ള സ്വർണങ്ങൾ കംപ്ലീറ്റ് വിറ്റ് നശിപ്പിച്ചു. മതിയർക്ക് താമസിക്കാൻ ഒരു വീടില്ല. മതിയർക്ക് ചുരുക്കി പറഞ്ഞാല് ഒരു വിദ്യാഭ്യാസം, നല്ലൊരു ജോലിക്ക് പോകാൻ നല്ലൊരു വിദ്യാഭ്യാസമില്ല. എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഇതൊക്കെ വരുന്ന സമയത്തും വൈഫിനോട് ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് ഞാൻ വൈഫിനോട് പറയല, ഒന്നും പറയും ഇൻഷാ അല്ലാ. ഈ ഇൻഷാ അല്ലാ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്റെ ഭാര്യക്ക് കലിയ. കാരണം എന്താ, നിങ്ങളെ ഇൻഷാ അല്ലാ ജീവിതന്റെ മരണം വരെയുള്ള ഇൻഷാ അല്ലയാണ്. എന്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും എന്തുണ്ടാവൂല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയൂല എന്നുള്ള പ്രതീക്ഷ. കാരണം എന്നെ കണ്ടാൽ വന്നാത്ത സിറ്റുവേഷൻ അതാണ്. സോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആക്ച്വലി പിന്നീട് വൈഫിന്റെ ഭാഗം കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് സ്ഥലം കിട്ടുന്നു. ആ സ്ഥലം അവിടുന്ന് വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്തു, നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നാട്ടിൽ ഒരു 9 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അതിനകത്ത് ഒരു ലിൻഡൽ ലെവൽ വരെ എത്താനുള്ള പൈസ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ഞാൻ എത്തിച്ചു. പിന്നെ എന്നെ ശരിക്കും സഹായിച്ചത് ഞാൻ ഹൗസ് ഡ്രൈവർ ജോലി ചെയ്തിരുന്ന വീട്ടിലുള്ള മുതലാളിമാരും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികളും ഇവരൊക്കെ സഹായിച്ചിട്ടാണ് മീഡിയ ഫ്രണ്ട്സ് ഞാൻ എന്റെ വീട്ടിൽ കയറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനകത്ത് എന്ത് ചെയ്തത്, ഞാൻ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 3-4 ലക്ഷം രൂപ ലാബിലിറ്റിയോട് കൂടി നിൽക്കുന്ന സമയത്താണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിനകത്ത് മീഡിയ ഫ്രണ്ട്സ് ഞാൻ കടന്നു വരുന്നത്. 2018 ഞാൻ ഈ ബിസിനസ്സിനകത്ത് കടന്നു വരുന്നത്. 2018 എന്നെ ഈ ബിസിനസ്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ സംസുദ്ധി യൂണിസ് ആണ് എന്നെ ബിസിനസ്സിനകത്ത് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ എന്നെ ഡയറക്ട്ലി സ്പോൺസർ ചെയ്തിട്ടുള്ളത് റഫീഖ് സാർ എന്ന് പറയും, തിരൂരുള്ള റഫീഖ് സാർ ആണ് എന്നെ എന്ത് ചെയ്തത്, ഇന്നത്തെ നാഷണൽ ടീംസ് കോർഡിനേറ്റർ ഗോയൻ CTC. പുള്ളിയാണ് എന്നെ ബിസിനസ്സിനകത്ത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അൽതാഫെ ഞാനൊന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് പറഞ്ഞു. സോ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞില്ല, സംസു പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പേഴ്സണലി ഒന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ട്.
അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞായിക്കോട്ടെ, തീർച്ചയായിട്ടും എന്താ റഫീഖ് ഭായ് നിങ്ങൾ വരുന്നതാണ്. അങ്ങനെ പുള്ളി വന്ന് അന്ന് ഞാൻ ശരിക്കും ഹൗസിലേക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിന്റെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഔട്ട് ഹൗസ് ഞാനാണ് അത് ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കിയിട്ടൊക്കെ കൊണ്ടിടക്കല് ഞാനാണ്. പുള്ളിന്റെ ഡ്രൈവറും ഞാൻ തന്നെയാണ്. പുള്ളി ദുബായിൽ ബിസിനസ്സുകാരനാണ്. പുള്ളി വരുന്ന സമയത്ത് പുള്ളിനെ 2-3 ദിവസമൊക്കെ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് പുള്ളിനെ എടുത്തു പോകും. അതുപോലെ തന്നെ പുള്ളിന്റെ ഈ ഔട്ട് ഹൗസ് ക്ലീൻ ചെയ്യാം, അതിന്റെ കയ്യിലായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാനിവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, ഈ ഔട്ട് ഹൗസിനകത്ത് വന്നാൽ മതി, നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാനാണ്. അങ്ങനെ ഔട്ട് ഹൗസിൽ ഇരുന്നിട്ട് അവിടെ വരുന്ന സമയത്ത് പുള്ളിനോട് പറഞ്ഞു, എത്താൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഒരു 8 മണി പറഞ്ഞ് എന്റെ കൂടെ അറിയുന്ന 2 പേരുണ്ട്, നിങ്ങളെ കുറെ മുന്നേ അറിയുന്ന 2 പേരുണ്ടാവും. ഞാൻ പക്ഷെ ആരാണ് റഫീഖ് ഭായ് എന്ന് ചോദിച്ചു. അത് നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് അറിയാം ആരാന്നുള്ളത്. സോ വരുന്ന സമയത്ത് വന്ന സമയത്താണ് മനസ്സിലായത് അത് എന്നെ തെരഞ്ഞു വന്നിരുന്നത് ഇന്നത്തെ ITC ആയിട്ടുള്ള മനോജ് സാറും വിനോദ് സാറും ആയിരുന്നു. ഇവർ 2 പേരുമാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. കൂടെ റഫീഖ് സാറും പാടെ കൂട്ടിയിട്ട് വന്നിരുന്നു. സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ ബിസിനസിന്റെ ബ്യൂട്ടി ഒക്കെ പറഞ്ഞു. വിനോദ് സാറാണ് കൂടുതൽ ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റിനോട് പറഞ്ഞു, 1 ലക്ഷം രൂപയിൽ അൽത്താഫ് ബിസിനസിനകത്ത് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവരെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നേരെ അതൊക്കെ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഒരു 10 സമയത്ത് അവർ പോയി. 10 സമയത്ത് പോയി. ഞാൻ പിന്നെ പുള്ളിനൊരു 11 മണിയാവുന്ന സമയത്ത് ഞാൻ വിളിച്ചു. ഞാൻ എന്നിട്ട് പുള്ളിനോട് റഫീഖിനോട് ചോദിച്ചു, റഫീഖ് ഭായ് അവര് പോയെന്ന് ചോദിച്ചു. ഇല്ല, അവരിവിടെ ഉണ്ട് പറഞ്ഞപ്പോ അവര് എടുത്തുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, അവര് എടുത്തില്ല. ഞാൻ പറഞ്ഞു, ഈ ആദ്യം മണ്ണാകട്ട പരിപാടിയായിട്ട് 1 ലക്ഷം റുപ്യ മനുഷ്യ ഇവിടെ നേരത്തെ നിൽക്കാൻ നേരം ഇവിടെ പൈസ ഇല്ല. അന്നേരത്ത് 1 ലക്ഷം റുപ്യ ഞാൻ ആ സമയത്ത് നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനാണ്ട് തേബി തന്നീനായിരുന്നു ഞാൻ മുമ്പിലോട്. അപ്പൊ അൽത്താഫ് നിങ്ങൾ അത് പ്രശ്നമാക്കേണ്ടത്, ഏത് പ്രശ്നമാക്കേണ്ട, അത് 1 ലക്ഷം റുപ്യ എടുത്താൽ നിങ്ങൾക്ക് ഭ്രാന്ത്, 1 ലക്ഷം റുപ്യ ഞാൻ എന്തൊക്കെ പണി ചെയ്യുന്ന ചോദിച്ചു. ചുരുക്കി പറഞ്ഞ പുള്ളിനോട് പറഞ്ഞു, അതൊക്കെ അവിടെ കിട്ടാൻ അൽത്താഫ് നിങ്ങൾക്ക് ബിസിനസ് ഇഷ്ടപ്പെടാം. ഞാൻ പറഞ്ഞു, ഞാനൊരു ബിസിനസ് ചെയ്യില്ല റഫീഖ് ഭായ് എന്നാണ്. തൽക്കാലങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത്തരം പരിപാടികളൊന്നും നിങ്ങൾ എന്നോട് വല്ലാണ്ട് കേട്ടെന്താ പറയണം. പക്ഷെ പുള്ളി പറഞ്ഞു, എന്തായി കഴിഞ്ഞാൽ അൽത്താഫ് നിങ്ങൾക്കുള്ള നമുക്ക് എന്തേ സംസാരിക്കാൻ, ഞാൻ നിങ്ങളെ നാളെ വിളിക്കാന്ന്. ആയിക്കോട്ടെ തന്നെ പുള്ളി എന്നെ പിറ്റേന്ന് വിളിച്ചു, സംസാരിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ എസ്കേപ്പ് ആയി കൊണ്ട് നിന്നു. സോ നിങ്ങൾ പല ആളുകൾക്ക് ഇതിനകത്ത് ഓർമ്മ ഉണ്ടായിരിക്കും, കാലിക്കറ്റ് നടക്കുന്ന ഒരു ബ്രഹ്മ പ്രോഗ്രാം കാലിക്കറ്റ് വെച്ച് നടക്കുന്നുണ്ട്. ഈ ബ്രഹ്മ പ്രോഗ്രാമിനകത്തേക്ക് എന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇവരെന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടേ നിന്നു. പക്ഷെ ഈ വിനോദ് സാർ മനോജ് സാർ വന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു, ഇനിയൊരു സമയത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കാലിക്കറ്റിൽ, 10,000 ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് എന്തായാലും അൽത്താഫ് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വിളിക്കുന്നത് ഇതിനാന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റഫീഖ് ഭായിന്റെ ഫോണേ എടുത്തില്ല. ഞാൻ എടുത്തില്ല. പുള്ളി തന്ന ഒരു 10-20 കോൾ എന്നെ ചെയ്തിട്ടുണ്ട്. കോൾ ചെയ്യുന്നത് എന്നെ കോഹിനൂർ വന്നിട്ടാണ്, എന്റെ നാട്ടിൽ വന്നിട്ടാണ് പുള്ളി എന്ത് ചെയ്യണത്, കോൾ ചെയ്തുകൊണ്ട്. ഞാൻ ആ കോൾ എടുത്തില്ല. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും പുള്ളിനെ വിളിച്ചു. അപ്പൊ ഞാൻ പ്രോഗ്രാം എന്തായാലും ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഉണ്ടെന്ന് പുള്ളി ഫോൺ എടുത്തിട്ട് പുള്ളിനോട് പറഞ്ഞു, എന്തൊക്കെ വിശേഷങ്ങൾ, ഇന്നലെ വരാൻ പറ്റില്ലല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നലെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, നിങ്ങളെ ഫോൺ തന്നെ. ഞാൻ പറഞ്ഞു, ഒന്നും ഇല്ലായിട്ടല്ല റഫീഖ് ഭായ്, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നാല് അത് പോട്ടെ എന്നാണ്. നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് വരണമെന്നാണ്. ഞാനിനി പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിനകത്തൊക്കെ ഞാൻ ഫോൺ എടുത്ത് പുള്ളി അറിഞ്ഞ്, നാളെ കോഴിക്കോട് എന്ത് ചെയ്യുന്നുണ്ട്, കോഴിക്കോട് മലബാർ ഹിന്നിൽ വെച്ചിട്ട് നാളെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എല്ലാ വീക്കിലും നടക്കുന്ന ഫംഗ്ഷൻ ആണ്. അതിന്റെ അൽത്താഫ് ഒരു നിലക്കും എന്ത് ചെയ്യരുത്, എസ്കേപ്പ് ആകരുത്. 4 മണിക്ക് ഞാൻ അൽത്താഫെ കോഹിനൂർ കാർ ഇട്ടുണ്ടാവും, നമുക്ക് ഒരുമിച്ചിട്ട് പോകാന്നാണ്. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ നിങ്ങൾ വരിയെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് മൈലേഷ്യൽ ബിസിനസിന്റെ പ്ലാൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ മലബാർ ഹിന്നിൽ വരികയാണ്. മലബാർ ഹിന്നിൽ വന്ന സമയത്ത് അന്ന് കണ്ട ആളുകളാണ് ഇന്ന് നിങ്ങൾ അപ്ലൈൻ ആയിട്ടുള്ള ബിജു PK സാർ, അതുപോലെ തന്നെ ബെല്ലി സാർ. അന്ന് ഞാൻ കാണുന്നത് ഇവരെ. അന്ന് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, ബെല്ലി സാറെ ഓടി Q3 അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനിത് കണ്ട സമയത്ത് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി. കാരണം ഒരു ഓടി Q3 ഒക്കെ ഈ ബിസിനസിനകത്ത് കൂടെ വാങ്ങാൻ, അങ്ങനെ പുള്ളിന്റെ എക്സ്പീരിയൻസും കുറെ ആളുകളെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു. അവിടെ ഒരു 100-100 ചില ആൾക്കാർ നടന്നൊരു മീറ്റിംഗ് ആണത്. ആ മീറ്റിങ്ങിനകത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തായി കഴിഞ്ഞാലും ഞാനിത് ചെയ്താലും ഞാൻ ഇത് ചെയ്തിട്ടില്ലെങ്കിലും ഈ ബിസിനസ് വലിയ വളർച്ച ഉണ്ടാവും, ഡയറക്ട് സെല്ലിങ്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ ഇതിന്റെ മുന്നേ വേറൊരു ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഞാൻ കഴിവ് വെച്ചിരുന്നു. പക്ഷെ ആ ബിസിനസ്സിനകത്ത് എനിക്ക് ഒന്നും നേടാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ അതിനകത്ത് കുറെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിനകത്ത് സാമ്പത്തികപരമായിട്ട് ഒരു മാറ്റങ്ങളും എനിക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പേഴ്സണാലിറ്റിയിനകത്തൊക്കെ കുറെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ട്, ഈ പ്രോഗ്രാമിനകത്തേക്ക് മലബാർ ഹിന്നിനകത്തേക്ക് വരുന്നത് ഞാന് ഒരു വെള്ള തുണിയും ഒരു അബായി ചെരുപ്പും ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പും ഒരു വെള്ള തുണിയും ഒരു ഷർട്ടും ഇട്ടിട്ടാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ 8-8.5 വർഷമായിട്ട് ഞാൻ പാന്റൊക്കെ ഉപയോഗിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട്. ഓൺലി തുണി മാത്രമാണ് ഞാൻ തുണി മാത്രമേ ഞാൻ ഉടുക്കുള്ളൂ, പാന്റൊക്കെ ഒഴിവാക്കിയിട്ട്. ഞാനെന്നും
ആ ഹോളിനകത്ത് വന്ന സമയത്ത് എനിക്ക് ഒരു പ്രയാസം ഉണ്ട്. കാരണം അവിടെ തുണിയെടുത്ത വ്യക്തി ഞാൻ തന്നെ ഉള്ളു തോന്നുന്നുണ്ട് അന്ന്. ബാക്കി എല്ലാവരും അവിടെ ഫുൾ ടിപ് ടോപ്പിലാണ് നിൽക്കുന്നത്. ഞാനൊരു മൂലക്കൽ ഇങ്ങനെ നിന്ന്, എനിക്ക് ഇരിക്കാൻ സീറ്റ് ഇട്ടിട്ടൊന്നുമില്ല, ഒരു മൂലക്കൽ ഞാൻ ഇങ്ങനെ നിന്നിട്ടാണ് ഞാൻ അത് ബിസിനസ് പ്ലാൻ കേട്ടത്. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ ഞാൻ ഈ ഒരു സാമ്പത്തിക പ്രയാസമൊക്കെ അനുഭവിക്കുന്ന സമയത്ത് എന്റെ മുതലാളി എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോപ്പ് ഇട്ടുന്നുണ്ട്, റെഡിമെയ്ഡ് ഷോപ്പ്. ഞാനും വേറെ ഒരാൾപാടെ കൂടിയിട്ടാണ് ആ ഷോപ്പ് നടത്തുന്നത്. നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഷോപ്പ്. അപ്പൊ അന്നത്തെ കണ്ടീഷൻ ഇത്ര മാത്രമാണ്, ഈ ഷോപ്പിനകത്തുനിന്ന് ഞാൻ ഇത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ വരുമാനം കിട്ടുന്നത്, ആ കടം തീരുന്നത് വരെ ഈ അതിനകത്ത് ഒരു ലാഭം കൊടുക്കരുത്, ലാഭം കിട്ടുന്നതിനകത്ത് കടം വീട്ടിയതിന് ശേഷം നീ സ്വന്തമായിട്ട് എന്ത് ചെയ്തോ, പിന്നെ നീ ആ ഷോപ്പ് കംപ്ലീറ്റ് നീ എടുത്തോ എന്നുള്ള കരാറിലാണ് നമ്മൾ ആ റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങുന്നത്. അന്ന് ആ റെഡിമെയ്ഡ് ഷോപ്പിനകത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുള്ള കുറച്ച് ക്യാഷിന്റെ കയ്യിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആ ക്യാഷ് എടുത്തിട്ട് നേരെ റഫീഖ്ജിക്ക് ഞാൻ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, റഫീഖ്ജി നിങ്ങളൊരു കുറച്ച് പ്രോഡക്റ്റ് ഇടിക്കും, എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിന്റെ അടുത്ത് ഞാൻ ഒരു 5000 റുപ്യ കൊടുത്ത സമയത്ത് പുള്ളി ഒരു 100 റുപ്യമ്പാടെ തരണം, ഇതിന്റെ ഒരു സർവീസ് ചാർജ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് 100 റുപ്യമ്പാടെ കൊടുത്ത് പുള്ളി 3-ാമത്തെ ദിവസം എനിക്ക് എന്ത് ചെയ്തു, പുള്ളി എനിക്ക് പ്രോഡക്റ്റ് എടുത്തു. 3-ാമത്തെ ദിവസം എനിക്ക് പുള്ളി പ്രോഡക്റ്റ് എടുത്തു കൊണ്ടുവന്നു തന്നിട്ട് ഞാൻ ആ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി. ഉപയോഗിച്ച സമയത്ത് ഒരു 2 വീക്കിനകത്ത് തന്നെ വൈഫ് പറഞ്ഞു, വൈഫ് ഭയങ്കര നെഗറ്റീവാണ്. കാരണം എന്തുകൊണ്ട് വൈഫിന് ഇനി ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടെ ഞാൻ പറഞ്ഞ ബിസിനസ് ഒക്കെ ഒഴിവായേക്ക്, ഇതിപ്പോ മെല്ലെ അവർ ഒഴിവാക്കാത്തതെല്ലാവരും വേറെ രക്ഷയില്ലായിരുന്നു ഞാൻ വൈഫിനോട്. കാരണം കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ പിന്നെ പോലും ഉണ്ടാകുന്നുള്ളത് കൊണ്ട് രക്ഷമൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് പ്രോഡക്റ്റ് എടുത്തതാണ്. പുള്ളി പറഞ്ഞ ഈ പൈസ ഇല്ലാത്ത നേരത്തെ നിങ്ങൾ ഇത്രയും വിലയുള്ള പ്രോഡക്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു ഈ ഒന്ന് ഉപയോഗിച്ചു, എനിക്ക് കുറെ ഹെൽത്ത് ചലഞ്ച് ഒക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞു ഉമൻ കമ്പാനിന് അങ്ങനത്തെ പ്രോഡക്റ്റ് 95 ഒക്കെ ഉപയോഗിച്ചു. പക്ഷെ പ്രോഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് പ്രോഡക്റ്റ് അടിപൊളി റിസൾട്ട്, ടോപ്പ് റിസൾട്ട് പ്രോഡക്റ്റ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഈ പ്രോഡക്റ്റിന്റെ റിസൾട്ട് കണ്ട സമയത്ത് തന്നെ ഞാൻ ഈ റഫീഖിനോട് വിളിച്ചു വെച്ചൊരു ചോദ്യമുണ്ട്, റഫീഖ് ഇത് മരുന്നാണോ അല്ലെങ്കിൽ ആക്ച്വലി ഫുഡ് സപ്ലിമെന്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ റഫീഖ് അറിയാം ഇത് സപ്ലിമെന്റ് ആണ്, സപ്ലിമെന്റ് കാറ്റഗറിയാണ്, പക്ഷെ പ്രൊഡക്റ്റ് ഞാൻ പറയും പ്രോഡക്റ്റ് ഭയങ്കര റിസൾട്ട് ആണ്. ഓൺലൈനോട് പറഞ്ഞ ഏക വാക്ക് ഇത് തന്നെയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യാനുള്ള ഏക റീസൺ, കാരണം പ്രോഡക്റ്റ് ബ്യൂട്ടിഫുൾ റിസൾട്ട് ആണ് തന്നെ. അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു നമ്മള് ഞാൻ പറഞ്ഞു പുള്ളിനോട് പറഞ്ഞ് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് വളാഞ്ചി, അതിനകത്ത് വിനോദ് സാർ വരുന്നുണ്ട്, നിങ്ങൾ ആ മീറ്റിങ്ങിനകത്തൊന്ന് വന്നിട്ട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിക്കൊന്നുമില്ലായിരുന്നു. സോ മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കാൻ, ഞാൻ ആ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത്, കാരണം ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾസും ഉണ്ട്, ഒരുപാട് കടബാധ്യതകളുണ്ട്, ഭയങ്കര പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യൂലെന്ന് തീരുമാനം എടുത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇതിങ്ങനെ വന്ന സമയത്ത് ഞാനും മനസ്സിലായി ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. പിന്നെ അത് നമ്മളെ കയ്യിലല്ലോ, ഒക്കെ ദൈവത്തിന്റെ നേരത്ത്. ഇപ്പം നിങ്ങൾ ഒരു പ്രാർത്ഥന കേട്ടു, ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട്, നമ്മള് ദൈവത്തിൽ സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ചെയ്യാം. ചിലതൊക്കെ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് സത്യം, ഞാനന്ന് തേജു നമസ്കാരം നമസ്കരിച്ചിട്ട് ഞാനൊന്നും അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് തേജു നമസ്കാരം അടുത്ത കാലത്തൊന്നും എനിക്ക് ഒഴിവായത് അറിയില്ല. കാരണം എന്റെ ലൈഫിനകത്തുണ്ടായ ഏറ്റവും വലിയൊരു ചേഞ്ചസ് അവിടെ നിന്നൊക്കെ തന്നെ. ഞാൻ തേജു നമസ്കാരം നമസ്കരിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ച ഏക പ്രാർത്ഥന അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് ഞാൻ പോകും ഇൻഷാ അള്ളാ. ആ മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഈ ബിസിനസ് എനിക്ക് പറ്റൂലെങ്കിൽ അത് എനിക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി കാണിച്ചു തരണം. ഈ ബിസിനസ് ചെയ്യാതെക്കാൻ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി കാണിച്ചു തന്നാൽ ഞാൻ 100% ഞാൻ ഈ ബിസിനസ് ചെയ്യൂല. ഇതാണ് എന്റെ അഗ്രി. ഞാൻ അങ്ങനെ ദൈവത്തിൽ സമർപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മീറ്റിങ്ങിനകത്തേക്ക് പോയി. മീറ്റിംഗ് കഴിഞ്ഞതിന് ഞാൻ മീറ്റിങ്ങിനകത്തൊന്നും ഇരുന്നിട്ടില്ല. മീറ്റിംഗിൽ ഞാൻ കുറച്ചു നേരം ഞാൻ ഇരുന്നിട്ട് ഞാൻ അവിടെ പുറത്തൊക്കെ നിന്നിട്ട് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിനോദ് സാറായിട്ട് ഇരുന്നിട്ട് മനോജ് സാറായിട്ട് ഇരുന്നിട്ട് ഞാൻ സംസാരിച്ചു. 1.5 മണിക്കൂർ നേരെ ഇരുന്ന് സംസാരിച്ചു. അന്ന് എന്നോട് മനോജ് സാർ പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രമേ, ഇതിന്റെ മുകളിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. മനോജ് സാർ റഫീഖ് സാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് ഇത്ര മാത്രമേ, വിനോദ് സാറാണെന്ന് പറഞ്ഞു. വിനോദ് സാറിനോട് പറഞ്ഞ ഏക വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് എടുക്കുക, ഈ ബിസിനസിന്റെ അറ്റം കണ്ടിട്ട് നമ്മൾ കയറുള്ളൂ. അതുകൊണ്ട് തന്നെ അൽതാഫ് ജി നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം ഈ ബിസിനസിനകത്ത് നിങ്ങൾ നിൽക്കി, നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ബിലീഫ് ഒക്കെ തന്നു. ഞാൻ അവിടുന്ന് നേരെ മനോജ് സാറെ ഫോൺ നമ്പർ വാങ്ങി. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ മനോജ് സാറെ വിളിച്ചു. ഫോണിനകത്ത് കൂടെ വിളിച്ച് ഞാൻ മനോജ് സാറോട് പറഞ്ഞു, മനോജ് സാറെ നിങ്ങൾ വീട്ടിൽ വന്നിരുന്ന അൽത്താഫ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു അറിയാമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന നേരത്തെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ മീറ്റിങ്ങിനകത്ത് വന്ന് മീറ്റിംഗ് കണ്ടുപരമായിട്ട് സംസാരിച്ചു, ഞാൻ 100% പോസിറ്റീവാ. പക്ഷെ എനിക്ക് നിങ്ങളോട് വീണ്ടും ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എന്താണ് ഈ ബിസിനസിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ കാര്യം ഇത്ര മാത്രം, അൽത്താഫെ ഇന്നെനിക്കറിയാലോ
എന്റെ അടുത്ത് ഓൾറെഡി ഒരു 4-5 കോടിന്റെ അസറ്റ് ഉണ്ട്. ഈ 4-5 കോടിന്റെ അസറ്റ് അൽത്താഫ് ഒരു 2 വർഷം നമ്മളെ കൂടെ നിൽക്കും. 2 വർഷം കൂടെ നിന്നിട്ട് അൽത്താഫിന് ഒരു 2 വർഷത്തിന്റെ ഉള്ളിൽ വരുന്ന നഷ്ടം കംപ്ലീറ്റ് വെച്ച് തരാനുള്ള അസറ്റ് ഇന്ന് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ 2 വർഷം അൽത്താഫ് നിന്റെ സ്കില്ലിന്റെ പരമാവധി ഉപയോഗിച്ചിട്ട് ഈ ബിസിനസ്സിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിട്ട് നമ്മൾ സിസ്റ്റം പറയുന്ന സിസ്റ്റം അതുപോലെ കമ്പനി പറയുന്നത് അതുപോലെ ഫോളോ ചെയ്ത് ഒരു 2 വർഷം നിന്നിട്ട് അൽത്താഫിന് എന്ത് നഷ്ടം വരുന്നത് ഞാൻ തിരിച്ചു തരും. അത് ഞാൻ എഗ്രിയാണ്. പക്ഷെ അൽത്താഫ് 2 വർഷം നമ്മളെ കൂടെ നിൽക്കുന്നതാണ്. എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ. ഞാൻ പറഞ്ഞ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ഈ വാക്ക് മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മൈ ഫ്രണ്ട്സ് 5 ഫോം ഈ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്യാനുള്ള 5 ഫോം 5 രൂപന്റെ 5 കാറ്റലോഗും വാങ്ങിച്ചിട്ട് ഞാൻ അവിടുന്ന് പോന്നു. അവിടുന്ന് പോന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ നാട്ടിൽ വന്നിട്ട് കുറെ ആൾക്കാർക്ക് നമുക്ക് കിട്ടിയ സംഭവങ്ങൾ നെറ്റ്വർക്കുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറെ ആൾക്കാരോട് പോയിട്ടാണ് പറയും. ഒറ്റ ആൾ ഈ ബിസിനസ്സിനകത്ത് എന്തായില്ല, നമ്മളെ കൂടെ നിന്നിട്ടില്ല. എല്ലാവരും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായി കഴിഞ്ഞാലും ഞാൻ മുന്നോട്ട് വെച്ച കാലം ഞാൻ പുറകോട്ട് വെക്കൂലെന്ന് തീരുമാനം എടുത്തു. ഞാനൊരു 10-15 ദിവസം ഞാൻ ഇതിനു വേണ്ടിയിട്ട് പണിയെടുത്തു. ആ ഒരു സമയത്തിനകത്ത് ഒരു 3-4 പേര് എന്റെ കൂടെ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്തു. അതിൽ 1-2 പേര് എന്റെ പ്രോഡക്റ്റ് കൊടുത്തു. അങ്ങനെ ഞാനൊരു ഫസ്റ്റ് ഒരു മീറ്റിംഗ് ചെയ്യാം. ഫസ്റ്റ് ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഒരു 4 ആൾ കൂടിയിട്ട് റഫീഖ് സാറ് നമ്മളെന്ത് ഒരു 4 ആൾ കൂടിയിട്ട് നമ്മൾ ഇരുന്നിട്ട് ഒരു സിറ്റിംഗ് ഇരുന്നിട്ട് അവിടുന്ന് ഒരു തീരുമാനം എടുക്കുക. കാരണം എന്താ വെച്ചാല് ഞാനൊരു തീരുമാനം എടുത്ത് എന്തായാലും ബിസിനസിന്റെ അറ്റം കണ്ടിട്ട് കയറുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തത് എന്റെ കൂടെ ജോയിൻ ചെയ്ത് 1-2 ആൾ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു ഈ ബിസിനസിന്റെ അറ്റം കണ്ടിട്ടേ ഞാൻ കയറുള്ളൂ, അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ് 4 ആളും പറഞ്ഞ് നമുക്ക് നിൽക്കാന്നൊക്കെ പറഞ്ഞ് ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി തീരുമാനം എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാം. അന്ന് എനിക്ക് ഉറപ്പാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം ഇന്നും അന്നും ഈ നെയ്ച്ചോറും പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയ. അത് ഇന്നലെ എന്റെ വീട്ടിലുള്ള സാധനം. വെള്ളിയാഴ്ചയാണ് നെയ്ച്ചോറ്. വെള്ളിയാഴ്ച പോത്തിറച്ചി ഞാൻ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താ. അത് ഉമർസ്ഥാന് ശരിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതില്ലാതെ നമ്മളെ പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ അന്നത്തെ ദിവസം അത് എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ ഭാര്യക്ക് അതുവരെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തോ ഒരു പരിപാടിയിൽ എൻഗേജ്ഡ് ആയിരുന്നു. അവോട് കൂടിയിട്ടുണ്ട് നമ്മളെ മൊത്തം പോകുന്നോള് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഒരിക്കലും ഓൾ അനുവദിച്ചിട്ടില്ല. സോ വീട്ടിൽ വന്ന സമയത്ത് തുടങ്ങി വൈഫ് ഈ പ്രശ്നം ഉണ്ടാക്കി. കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ ബിസിനസ് ചെയ്തിട്ട് അങ്ങനെ ആവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കൽ തുടങ്ങി. ഞാൻ എന്റെ ഭാര്യനോട് അപ്പം പറഞ്ഞു, എന്നോട് ഏക പറഞ്ഞ വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, ശരി അന്നെ മാറ്റി വെക്കേണ്ടി വന്നാലും അൽത്താഫ് മാറ്റി വെച്ചിട്ട് അൽത്താഫ് ബിസിനസ് ചെയ്യും. ഞാൻ മുന്നോട്ട് വെച്ച കാര്യം ഞാൻ പുറകോട്ട് വെക്കൂല. എന്നെ വിശ്വസിച്ചിട്ട് വന്ന ഒരു 3-4 പേരുണ്ട്, കൂടുതലൊന്നുമില്ല. അവർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ട് അന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നത്. ഈ വീട്ടിലേക്ക് വന്ന ഈ വാക്ക് എന്റെ ഒരു വാക്കിന്റെ മുകളിൽ മാറ്റാൻ ഞാൻ തയ്യാറാവൂല. അതുകൊണ്ട് തന്നെ ഇതിന്റെ അറ്റം കണ്ടിട്ടേ ഞാൻ അടങ്ങുള്ളൂ. ഇന്നെ മാറ്റി വെക്കേണ്ടി വന്നാലും മാറ്റി വെച്ചിട്ട് അൽത്താഫ് ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞത് ഓർമ്മയുള്ളൂ. 7 ദിവസത്തിന് എന്റെ ഭാര്യ എന്നോട് എന്ത് ചെയ്തിട്ടില്ല, മിണ്ടിയിട്ടില്ല. മിണ്ടാതെ അവളെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്കും പോയി. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എന്നെ സഹായിക്കാൻ വന്നിരുന്നത് എന്റെ അപ്ലൈൻ ആയിട്ടുള്ള ഇന്നത്തെ ITC ആയിട്ടുള്ള സുരേഷ് സാർ ആയിരുന്നു. എന്നെ ബിസിനസ്സിനകത്ത് ഫസ്റ്റ് ടൈമിനകത്ത് എന്നെ ഡെവലപ്പ് ചെയ്യാൻ വന്നിരുന്നത്. പുള്ളി വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ആദ്യം എന്നോട് ചോദിച്ചത് നിങ്ങളെ ഈ കോലത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റൂല എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തെന്ന് ചോദിച്ചു. നിങ്ങളെ ഈ കുപ്പായം ഈ കോലത്തിലൊന്നും ഡയറക്റ്റ് സെല്ലിങ് ചെയ്യാൻ എനിക്ക് നിങ്ങളെ കൂടെ പണിയെടുക്കാൻ പറ്റില്ല. പുള്ളിനോട് ഒന്ന് പറഞ്ഞതാ. കാരണം എന്റെ കോലം അന്ന് അതാണ്. ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പ്, ഒരു തുണി, ഒരു ഷർട്ടൊക്കെ എത്രക്ക് കൊണ്ട് കയറ്റി വെക്കും. നമ്മൾ അന്നത്തെ ശൈലി നമുക്ക് അതാ. കാരണം തുണി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിക്ക് ഇസ്തിരി ഇട്ടിട്ടുണ്ടാവില്ല. ആ ഇസ്തിരി ഇടാനൊന്നും ഇസ്തിരി ഇടാനൊന്നും നമുക്ക് നേരമില്ല. അതുകൊണ്ട് തുണി എടുത്താൽ തന്നെ ചിലപ്പോൾ നമ്മളെ മുട്ടിന്റെ മോൾക്ക് അപ്പൊ ഇത് ഭയങ്കര ദീനുള്ളവനാണ്. ഇത് ചുളിഞ്ഞിട്ട് കയറിയതാണ്. ബൽക്കാരത് അറിയില്ല. നമ്മൾ ഭയങ്കര ദീനുള്ള ആളാണെന്ന് ഭയങ്കര സുന്നത്തുള്ള ആളാണല്ലോ ഇക്ക. അവ ഇത് ചുളിഞ്ഞിട്ടാണ് ഇസ്തിരി ഇടാത്തതുകൊണ്ടാണ് ഈ സംഭവം കയറിയത്. അപ്പൊ ഇയാൾ പറഞ്ഞു ഈ ആദ്യം ഡ്രസ് കോഡിലൊന്നും നിങ്ങളെ കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റൂല, ഈ ബിസിനസ്സിനകത്ത് റിസൾട്ട് ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞു സുരേഷ് സാർ ഞാൻ ഈ ബിസിനസ് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ, നിങ്ങളെ കൂടെ ഞാൻ വരുന്നത് ഒന്ന് എക്സ്പീരിയൻസിനാണ്, ഒന്ന് മനസ്സിലാക്കിയിട്ട് വന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെക്കാൾ ഉഷാറായിട്ടുള്ള ടൗസറും കുപ്പായം ഞാൻ ഇടുന്നറിഞ്ഞു. പുള്ളി അറിഞ്ഞ അങ്ങനൊന്നും പറ്റില്ല. പുള്ളി കുറെ ചാടിക്കളിച്ചു. ഞാൻ പറഞ്ഞു എന്തായി കഴിഞ്ഞാലും എന്റേത് 90 ദിവസം എന്റെ ടെസ്റ്റോസ്റ്ററാണ് പറഞ്ഞു. അങ്ങനത്തെ ഉള്ളിലോട് 90 ദിവസം എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഈ ബിസിനസ്സിനകത്ത് സ്കില്ല് ഉപയോഗിച്ചിട്ട് ഞാൻ പണിയെടുത്തിട്ട് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം ഈ ബിസിനസ്സിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. അതിനു വേണ്ടിട്ട് തന്നെ ഞാൻ പണിയെടുക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ സാധനമൊക്കെ ഞാൻ മാറ്റും എന്നറിയാം. എഗ്രി ആണോ എന്ന് വെച്ചു പുള്ളി. യാതൊരു സംശയം കരുതാതെ എഗ്രി ആണ്.
ഞാനും മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു മാസം ഞാനാണ് പണിയെടുത്തത്. ഒറ്റ മാസത്തിന്റെ ഉള്ളില് ഈ ബിസിനസ്സിനകത്ത് കൂടെ ഞാൻ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഇന്നിപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ഇതിനകത്ത് ഒരു ഒരു ആവറേജ് ഒരു 25,000 രൂപന്റെ അടുത്ത് 30,000 രൂപന്റെ ഒരു വരുമാനം ഞാൻ എന്ത് ചെയ്തു ഒരൊറ്റ മാസം കൊണ്ട് ഈ ബിസിനസ്സിനകത്ത് കൂടെ ഞാൻ ഉണ്ടാക്കി. ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ അതിന് കോൺഫിഡന്റ്. നോക്കിയ സമയത്ത് കമ്പനി അറിഞ്ഞ് പൈസ തരൂല. കാരണം എന്താ, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, പാൻ കാർഡ് ഇല്ല, ഒരു സാധനം എനിക്കില്ല. ഇതൊക്കെ എടുക്കണം എന്നറിഞ്ഞു. എന്നാ ശരി, അത് എടുക്കാൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു തീരുമാനിച്ചു. ആദ്യം പോയിട്ട് ഞാൻ അന്നത്തെ സിറ്റുവേഷൻ മൈ ലൈഫിൽ നിന്ന് പൈസ ഇത്രയും വന്നിടയും കൂടിയിട്ട് എനിക്ക് കൈക്ക് കിട്ടുന്നില്ല. പക്ഷെ വീട്ടിനകത്താണെങ്കിൽ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജോലിന്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്നത്. കാരണം ഫുൾ ടൈം ആയിട്ടില്ല. 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ടൈം ആയിരുന്നു. ഈ ജോലിന്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്ത് രാത്രി രാവിലെ കിട്ടുന്ന സമയം, ഉച്ചക്ക് കിട്ടുന്ന സമയം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് എന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഞാൻ ആദ്യം മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഈ രീതിനകത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഞാൻ പരിപാടികൾ തുടങ്ങി. അന്ന് ഞാൻ കോഴിക്കോട് മിഠായി തെരുവത്ത് പോയിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ എടുത്തത് എന്താ വെച്ചാൽ 1,500 രൂപയായിട്ടാണ് ഞാൻ കോഴിക്കോട് മിഠായി തെരുവ് പോകുന്നത്. 2 പാന്റ്, 2 കറുപ്പ് പാന്റ്, 2 ഷർട്ട്, ഒരു ബാഗ്, ഒരു ബെൽറ്റ്, ഒരു ഷൂ, ഇതും വാങ്ങി ഞാൻ 1,400 രൂപക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് മിഠായി തെരുത്തിൽ റോഡ് സൈഡിൽ വെച്ച് വിൽക്കണം. കാരണം എല്ലാത്ത ഷോപ്പ് കയറി എനിക്ക് ഇത് കിട്ടൂല, എന്റെ അത്ര പൈസ ഉള്ളൂ. എന്നിട്ടും 1,500 രൂപ ആയിട്ട് 1,400 രൂപയ്ക്ക് ഇതൊക്കെ വാങ്ങിയിട്ടും 100 രൂപന്റെ കയ്യിൽ ബാലൻസ് തരും. അന്ന് പൾസർ ബൈക്കാണ്. ഒരു ചവിട്ട് കിട്ടാൻ 14 ചവിട്ട് കിട്ടാൻ സ്റ്റാർട്ടാകാൻ. അതിന്റെ ബാറ്ററി ഉണ്ട്, സെൽഫ് മാറ്റാത്ത. എനിക്കൊന്നും ഓർമ്മയാണ്, 1,400 രൂപ, 950 രൂപയാണ് അന്ന് ഒരു ബാറ്ററിക്ക് വില. ആ ബാറ്ററി ഇടാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് കൊല്ലങ്ങളായിട്ട് പൾസർ ബൈക്കിന്റെ ബാറ്ററി ഇടാതെ സെൽഫ് ഇല്ലാതെ കാലുകൊണ്ട് ചവിട്ടി കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഒരു 1,400 രൂപ ഇതിന് മുടക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് തലേ കയറിയോണ്ട് ഞാൻ പോയിട്ട് ആദ്യം മാറിയത് ഇതാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്നൊരു പക്ഷേ ഇതിൽ വന്നിട്ടുള്ള പുതിയ ആളുകളൊക്കെ ഉണ്ടാവും, ഒരു പക്ഷേ ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും. ഞാൻ ഈ പാന്റും ഷർട്ടും കൊണ്ട് എടുത്തുകൊണ്ട് ഇൻസൈഡ് ചെയ്തു ആദ്യം. അല്ലാതെ ആദ്യം പോയിട്ട് ഞാൻ എന്ത് ചെയ്തതല്ല, കുറച്ച് കിട്ടട്ടെ എന്ന് എഴുതിയിട്ടല്ല. ഞാൻ പോയിട്ട് പാന്റും ഷർട്ടും എടുത്ത് ഞാൻ ഇൻസൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്റെ നാട്ടിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഷോപ്പിനകത്തുനിന്ന് ഫ്ലിപ്ചാർട്ട് ടൈപ്പിലുള്ള ഒരു സാധനം ഞാൻ എന്ത് ചെയ്തു വാങ്ങി. ഇത് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തീരുമാനിച്ചു, ഈ 200 പേജുള്ള ബുക്ക് ഉണ്ട്. ഈ 200 പേജുള്ള ബുക്ക് തീരുമ്പോത്തിന് ഈ ബിസിനസ്സിനകത്ത് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ അറ്റം കണ്ടിട്ട് എനിക്ക് കയറുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ആയിക്കോട്ടെ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ് പുള്ളി റഫീഖ് സാറിന്റെ വീട്ടിൽ വന്നു. നമ്മൾ ഇരുന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. ഞാൻ എന്നിട്ട് പുള്ളിനോട് ചോദിച്ച ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ, മലപ്പുറം ജില്ലയിൽ ആരാണ് 2,10,000 ബിസിനസ്സിനകത്ത് കൂടെ വാങ്ങിയെന്ന് ചോദിച്ചു. പുള്ളിനോട് പറഞ്ഞ ഏക കാര്യം എത്ര മാത്രമേ ഉള്ളൂ, 2,10,000 വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി മലപ്പുറം ജില്ലയിൽ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 2,10,000 വാങ്ങിക്കുന്ന ഫസ്റ്റ് വ്യക്തി ഇൻഷാ അല്ലാഹ് അത് ഞാനായിരിക്കും എന്ന് പറയും. എനക്ക് പറ്റുമൽത്താഫെ എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഓല് മോട്ടിവേറ്റ് ചെയ്തത് ഏത് നിലക്കാന്നുള്ളത് അറിയില്ല. നമ്മൾ കുറെ കാണുന്നുണ്ട്, കുറെ കാണുന്നതല്ലേ നെറ്റ്. ഞാൻ ആക്ച്വലി ഈ ഫ്ലിപ്ചാർട്ട് പോലത്തെ ഒരു ഡയറി വാങ്ങിയിട്ട് ഞാൻ ആ ഡയറിനകത്ത് ഞാൻ എഴുതി വെച്ചു, ഈ ഡയറിനകത്ത് ഞാൻ ബിസിനസ് പ്രസന്റേഷൻ ഞാൻ ചെയ്യും. ഈ 200 പേജ് കവർ ചെയ്യുമ്പോൾ MI ലൈഫ് സ്റ്റൈലിനകത്തുള്ള 2,10,000 മലബാറിൽ ഞാൻ വാങ്ങിച്ചെടുക്കുന്നുള്ള തീരുമാനം എടുത്തു. ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു. ഞാൻ ആരും നോക്കിയിട്ടില്ല, എന്റെ അപ്ലൈൻ ഉണ്ടോ ഡൗൺലൈൻ ഉണ്ടോ എന്നുള്ളത് ഒന്നും ഞാൻ നോക്കാൻ തയ്യാറില്ല. ഞാൻ അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായി. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാം, ഞാൻ ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസക്കാരൻ. ഇന്ന് വരെ ഞാൻ ഒരു ID ഫോം, ഒരു ഫോം ഞാൻ ഇന്ന് വരെ കമ്പനിക്ക് എന്ത് ചെയ്തിട്ടില്ല. നമ്മളുടെ ഫോം നമ്മള് KYC ചെയ്യുക, ഫോം കയറ്റുക, ഈ അതൊരു പരിപാടി. ഒരു ഓർഡർ ഫോം ഉണ്ടല്ലോ, നമ്മള് ഓഫീസിൽ പോയിട്ട് ഫില്ലപ്പ് ചെയ്യണേ, ഒരു ഓർഡർ ഫോം പോലും ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വരെ അൽത്താഫ് എന്ത് ചെയ്തിട്ടില്ല, ഫില്ലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. എന്തുകൊണ്ടും ജീവിതത്തിനകത്ത് കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞാൻ എന്റെ ലൈഫിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിനകത്ത് ഞാൻ കേൾക്കാത്ത ഒരു നെഗറ്റിവിറ്റി ഇല്ല. എന്റെ സ്വന്തം ഫാമിലി പോലെ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്, സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കകാലത്ത് വാടക കോട്ടേഴ്സിലൊക്കെ അന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ മുന്നിൽ ഏക കണ്ട സാധനം എത്ര മാത്രമേ ഉള്ളൂ, ഇവർക്കൊക്കെ വാശിയായിട്ടല്ല, ജീവിതത്തിനകത്ത് സക്സസ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. അതിന് ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഇറങ്ങി പ്രവർത്തിച്ചു. ഒന്നും നോക്കിയിട്ടില്ല. ശരിക്കും നമ്മൾ പറയാം, അന്ന് ഏറ്റവും കൂടുതൽ എന്നെ പുറകോട്ട് വലിച്ചതായിരുന്നു എന്റെ വൈഫ്.
വൈഫിനോട് പറഞ്ഞു, നിങ്ങളെ കൂടെ ഞാൻ ജീവിക്കൂല എന്നറിഞ്ഞു, നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്നറിഞ്ഞു. കാരണം ഇനി ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ജീവിക്കൂല എന്നാണ്. എന്ന ഭാര്യന്റെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കൽ ഇതൊരു അത്യാവശ്യമായിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു. ഫസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തന്ന എമൗണ്ട് 320 രൂപ 330 രൂപ എന്റെ ഫസ്റ്റ് വരുമാനം മൈലേഷ്യനകത്ത്. രണ്ടാമത്തെ ആഴ്ച 3000 സംതിങ് വന്നു. മൂന്നാമത്തെ 4-ാമത്തെ ആഴ്ച മൈലേജ് കൂടെ ഞാൻ 7000 രൂപ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഷാർപ്പ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിനകത്ത് 5.5 മാസം കൊണ്ട് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ട്. 5.5 മാസം കൊണ്ട്. 2018 ലാസ്റ്റിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 2019 മുക്കാൽ ഭാഗം, ഏകദേശം 11.5 മാസം കൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ആ ബുക്കിനകത്ത് എഴുതി വെച്ച ബുക്കിനകത്ത് 162 പേജ് കവർ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പ്രസന്റ് ചെയ്ത ഒരു ബുക്കിനകത്തും ഒരു ഇംഗ്ലീഷ് അക്ഷരം വരൂല, മലയാള അക്ഷരം വരൂല. ഓൺലി കുത്തി വരേണ്ടാവുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പട്ടം വരക്കും, അങ്ങോട്ട് വരക്കും, ഇങ്ങോട്ട് വരക്കും, ഇതൊക്കെ ഉണ്ടാവും. ഞാൻ എഴുതി വെച്ച് ഞാൻ പ്ലാൻ പ്രസന്റ് ചെയ്ത ഒരു ബുക്കിനകത്തും മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു ഇംഗ്ലീഷ് അക്ഷരം ഒരു വാക്ക് പോലും ഉണ്ടാവില്ല. കാരണം ഇതിന്റെ പർപ്പസ് ഒറ്റൊന്ന് മാത്രമാണ്, എങ്ങനെങ്കിലും ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കുക എന്നുള്ളതാണ്. 2,10,000 11-ാമത്തെ മാസം മൈ ഡിയർ ഫ്രണ്ട്സ് 160 ചില്ലാം പേജ് തീർന്നപ്പോൾ 2,10,000 MIL എന്റെ അക്കൗണ്ടിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മൾ ഇറങ്ങിപ്പുറത്ത് മലബാറിലെ ഫസ്റ്റ് 2,10,000 ദൈവം നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. സോ ഇതിനെ കിട്ടി നമ്മൾ ഈ ബിസിനസ്സിനകത്ത് എന്ത് കമ്മിറ്റ്മെന്റ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ ആ കമ്മിറ്റ്മെന്റ് ദൈവം നമുക്ക് റിസൾട്ട് തരാതെ പോയില്ല. സോ അവിടുന്ന് നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചു. ശരിക്കും 1.5 വർഷം കൊണ്ട് റീജിയണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ട് ഞാൻ ബിസിനസ്സിനകത്ത് കൂടെ. ഷാർപ്പ് ഞാൻ 3-3.5 വർഷം കൊണ്ട് ഞാൻ നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ട് ബിസിനസ്സിനകത്ത് കൂടെ. ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 3-4 തവണ ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ 2,10,000 ബിസിനസ്സിനകത്ത് കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡബിൾ ഐഡി NTC-യിലാണ് നിൽക്കുന്നത്. എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളെ മുന്നിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത്, ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു 0-ലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, കുറെ കടബാധ്യതയിലാണ് ബിസിനസ് തുടങ്ങിയെങ്കിലും ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. എന്നാൽ ഞാൻ എന്റെ വീടൊക്കെ ഞാൻ ഉദ്ദേശിച്ച രീതിയുണ്ട്. ആ ഒരു രീതിയിനകത്ത് നിന്ന് വീടിന്റെ കാര്യങ്ങൾ വർക്ക് നടന്നു. സെക്കൻഡ് ഫ്ലോറിന്റെ 2-ാമത്തെ നിലന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓൾമോസ്റ്റ് പണി എന്റെ കാര്യങ്ങളിനകത്താണ്. അതുപോലെ തന്നെ ബിസിനസ്സിനകത്ത് കൂടെ വന്നിട്ട് കുറച്ച് പ്രോപ്പർട്ടി, ചെറിയ രീതിയിൽ ഒരു ഭൂമി വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കാറ് ബിസിനസ്സിനകത്ത് കൂടെ വാങ്ങിയാണ്ട് ബൈക്ക് വാങ്ങിക്കാൻ പറ്റും. ഒത്തിരി ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇന്ന് ഈ ബിസിനസ്സിനകത്ത് കൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതിന്റെ ഏക കാരണം എന്താന്ന് വെച്ചാൽ, പലപ്പോഴും പല ആളുകളും ചിന്തിക്കും സാമ്പത്തിക ക്രൈസിസ്, സാമ്പത്തിക പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ബിസിനസ് പറ്റുമെന്ന് വെച്ചാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഏത് വ്യക്തിക്ക് ബിസിനസ് പറ്റും? ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് പറ്റാത്തതില്ല, എല്ലാ വ്യക്തിക്കും ബിസിനസ് പറ്റും. പക്ഷെ നിങ്ങൾ എന്തായിരിക്കണം, എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം. എന്നിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഇടാൻ തയ്യാറാകുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ട്സ് ഏത് ലെവലിലേക്ക് ബിസിനസ്സിനകത്ത് കൂടെ ഏറാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ട്സും ഇല്ല. ഇന്ന് ഈ ബിസിനസ്സിനകത്ത് കൂടെ ഞാൻ ആഗ്രഹിച്ച പേഴ്സണാലിറ്റി എനിക്ക് ബിസിനസ്സിനകത്ത് കൂടെ കിട്ടാൻ പറ്റിയിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രതയിലേക്ക് ബിസിനസ്സിനകത്ത് കൂടെ എത്താൻ പറ്റിയിട്ടുണ്ട്. ഏതൊരു വ്യക്തിന്റെ മുന്നിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനൊരു 4-ാം ക്ലാസ്സുകാരനാണെങ്കിൽ എന്റെ ഓർഗനൈസേഷനകത്ത് ഒരൊറ്റ 4-ാം ക്ലാസ്സുകാരനില്ല. ഇന്ന് ഉണ്ടാവുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഏതൊക്കെ ലെവലുണ്ടോ ആ ലെവലിലുള്ള എല്ലാ വ്യക്തികളും ഈ ബിസിനസ്സിനകത്ത് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് ലെവലിലുള്ള വ്യക്തികളുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളൊരു തീരുമാനം എടുത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ലോകം ഒട്ടുക്കും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ സക്സസിന് വേണ്ടിയിട്ട് ഒരുങ്ങി തരും. അതിന്റെ ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ. കാരണം എനിക്ക് സക്സസ് മാത്രമേ എന്റെ മുന്നിൽ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളെ മുന്നിൽ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട്.